ഇന്നുണ്ടല്ലോ നമ്മുടെ മാവിലെ മാങ്ങ എല്ലാം പിച്ചി കേട്ടോ. അത് പഴുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾ കണ്ടോ മാങ്ങയിടാം. നമ്മൾ ഇത്ര മാങ്ങ പിച്ചില്ലേ. ഇത് എന്തിനാ മാങ്ങ നമുക്ക് ഇതിന്റെ ഇതെല്ലാം നമുക്ക് പഴുപ്പിച്ചിന്നാന്ന് വരാം. നിനക്ക് വേണോ ചോദിച്ചേ, മാങ്ങ വേണോ ചോദിച്ചേ. അപ്പോളില്ലേ ഈ വീഡിയോയോട് കൂടി ഈ വർഷത്തെ മാങ്ങാ സീസൺ അവസാനിച്ചിരിക്കുന്നു. നമ്മളില്ലേ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ മാങ്ങകളൊന്നും താഴെ വീഴാതെ നമ്മൾ അതിനെ പറിച്ച് കെട്ടിയിറക്കുകയായിരുന്നു ചെയ്തത് കേട്ടോ. ഇത് കണ്ടപ്പോൾ റാമൂട്ടൻ എന്തൊക്കെയോ കാണിച്ചു വിട്ടുമായിരുന്നു. അവൻ തോട്ടിയെടുത്തോണ്ട് പോകുന്നു, മാങ്ങ പിറക്കി എറിയുന്നു. അവന് മാങ്ങ ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനായിട്ട്. ഇപ്പൊ തന്നെ കുറേ മാങ്ങ പുഴുവായിട്ട് താഴെ വീണിട്ടുണ്ട്. അപ്പൊ എന്തായാലും നിന്ന മാങ്ങ നമ്മൾ സേഫായിട്ട് താഴെ എത്തിച്ചിട്ടുണ്ട്. നമ്മളിത് എല്ലാം കൂടെ ഒന്നിച്ച് പിച്ചാൻ ഒരു കാര്യമുണ്ട്. കാരണം ഇത് കിളിച്ചുണ്ട മാമ്പഴമാണ്. അപ്പൊ കിളിച്ചുണ്ട മാമ്പഴം നിർത്തി പഴുപ്പിക്കാൻ കൊള്ളത്തില്ല, പുഴു കയറി. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതിന് നമ്മളിത് ഫുള്ളൊന്ന് പിച്ചെടുത്തിട്ട് ഇതിനെ ഇനി ചൂടുവെള്ളത്തില്, അതായത് നമ്മൾ എത്രത്തോളം വെള്ളം തിളപ്പിക്കുന്നു അത്രയും തന്നെ നമ്മൾ പച്ചവെള്ളം കൂടെ ആഡ് ചെയ്തിട്ട്, അതായത് ചെറിയ ചൂടോടുള്ള വെള്ളം, ആ വെള്ളത്തിൽ ഉപ്പും കൂടെ കുറച്ചിട്ട് കൊടുക്കുക. അങ്ങനെ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് നമ്മൾ ആ വെള്ളത്തിനകത്ത് ഇട്ട് വെക്കുക. അതിനുശേഷം നമ്മൾ ആ വെള്ളമൊക്കെ തുടച്ചു മാറ്റിയിട്ട് കച്ചിക്കകത്ത് വെച്ചാൽ മതി. അപ്പോൾ ഒരു 3-4 ദിവസത്തിനുള്ളിൽ നമ്മുടെ മാങ്ങയെല്ലാം നമുക്ക് പഴുത്ത് കിട്ടും. ഇങ്ങനെ ചെയ്യുന്നതിന്റെ പ്രധാന റീസൺ, നമ്മുടെ ഈ മാങ്ങയ്ക്കകത്തെ പുഴു, അതായത് കിളിച്ചുണ്ട മാങ്ങയിൽ പുഴു ഒന്നും കയറില്ല. അങ്ങനെ കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ബൈ.